ഇന്ന് വഞ്ചികളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു കൊച്ചുമിടുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇവന്റെ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഈ വർഷത്തെ ബോട്ട് റേസിൽ 1ാം സ്ഥാനം നേടി നമ്മുടെ നിതിൻ കോഹ്ലി. അതിനാൽ മത്സ്യത്തൊഴിലാളി സൊസൈറ്റി വകയായി നിതിന് നൽകുന്നു ഈ പുത്തൻ ബോട്ട്. അമ്മേ അമ്മേ, കണ്ടോ അപ്പച്ചന്റെ പുതിയ തോണി. നമുക്കിനി തോണി വാടകയ്ക്ക് എടുക്കണ്ടല്ലോ. ഇനി സന്തോഷ സുദിനങ്ങൾ എത്തിച്ചേർന്നുവല്ലോ, ഇനി സന്തോഷ സുദിനങ്ങൾ എത്തിച്ചേർന്നുവല്ലോ. പാടാം ഒന്നിച്ച് മിശിഹായെ വാഴ്ത്തിയിടാം, പാടാം ഒന്നിച്ച് മിശിഹായെ വാഴ്ത്തിയിടാം. എനിക്ക് വേണ്ടി ജനിച്ചു, എനിക്ക് വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി ജനിച്ചു, എനിക്ക് വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി യേശു കുരിശിലേറി, എനിക്ക് വേണ്ടി യേശു കുരിശിലേറി, എനിക്ക് വേണ്ടി കൊല്ലപ്പെട്ടു കല്ലറയിൽ അടയ്ക്കപ്പെട്ടു, എനിക്ക് വേണ്ടി കൊല്ലപ്പെട്ടു കല്ലറയിൽ അടയ്ക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റു പിന്നെ എന്റെ മിശിഹ, ഉയർത്തെഴുന്നേറ്റു പിന്നെ എന്റെ മിശിഹ. ഞാൻ മിശിഹയുടെ, നാം മിശിഹയുടെ, ഞാൻ മിശിഹയുടെ, നാം മിശിഹയുടെ. ഇനി സന്തോഷ സുദിനങ്ങൾ എത്തിച്ചേർന്നുവല്ലോ, ഇനി സന്തോഷ സുദിനങ്ങൾ എത്തിച്ചേർന്നുവല്ലോ. പാടാം ഒന്നിച്ച് മിശിഹായെ വാഴ്ത്തിയിടാം, പാടാം ഒന്നിച്ച് മിശിഹായെ വാഴ്ത്തിയിടാം. രാജു, രാജു, രാജുമോനെ നീ എന്തെടുക്കുക? അമ്മേ, ഞാൻ ആശ അലങ്കരിക്കുക. മോനെ, എല്ലാരും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. വാ, എളുപ്പം വാ. അമ്മേ, ഞാൻ ഇതിന് ആശ എന്ന പേരിട്ടു. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നീ ഇവന് പുത്തൻ തോണി നൽകി. നിന്റെ കനിവ് ഇവനിൽ ഉണ്ടാകണമേ. ഞങ്ങൾ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും താഴ്മയോടുകൂടി ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. നിന്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണമേ. അത് ഞങ്ങളുടെ മോഹങ്ങൾക്ക് എത്രയോ അപ്പുറമാണ്. യേശു മിശിഹായുടെ നാമം. ആമേൻ. ആമേൻ. May God be with you. May Lord be with you. വേഗം വാ, വേഗം ഓടി വാ. വേണ്ട ശീലേ, ഞാൻ തോണി തുഴയല്ലേ, അങ്ങനെ ചെയ്യില്ലേ?
അപ്പച്ച, നീ ഉണർന്നോ? അന്ന് ഞാൻ ഉറങ്ങിയില്ലല്ലോ. ഞാനും വരുന്നുണ്ട്. നിനക്ക് സ്കൂളില്ലേ? മീൻ പിടിക്കാൻ എനിക്ക് വളരെ ദൂരം പോണം. അവിടെ കടലിന് വലിയ ആഴാ. അങ്ങോട്ടല്ല, ദേ ഇവിടേക്ക്, എന്റെ ആശയുടെ അടുത്ത്. നിന്റെ ആശയോ? അറിഞ്ഞില്ലേ, ഇവൻ നമ്മുടെ തോണിക്ക് ആശ എന്നാ പേരിട്ടിരിക്കണത്. കൊള്ളാലോ. നീ ഇതിന് ആശ എന്നാ പേരിട്ടെ? ആശ എന്ന പേര് എനിക്ക് വലിയ ഇഷ്ടാ. എന്റെ ഫ്രണ്ടിന്റെ പേരും ആശ എന്നാ. ഫ്രണ്ടോ? വാ, വേഗം വാ. രാജു, നീ ഇനി സ്കൂളിൽ പോ. സ്കൂൾ വിട്ടു വന്നാൽ വീട്ടിലിരുന്ന് പഠിക്കണം. ഇനി ഇതാണ് നിന്റെ ആശ. ഞാനിനി നിന്റെ ആശയെ കൊണ്ടുപോട്ടെ? ശരി, പക്ഷെ ശ്രദ്ധിക്കണം. ശരി ശരി. എന്നാ നടക്ക്. ഓ ചേട്ടന്മാരെ, കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അപ്പച്ചൻ എന്താ എത്ര വൈകിയേ? എവിടെ വൈകി മോനെ? ഇന്ന് നേരത്തെ എത്തിയല്ലോ. ചിലപ്പോ 2-3 ദിവസം മീൻ കിട്ടാറില്ലല്ലോ. പക്ഷെ ഇന്നത്തെ ദിവസം ഉഗ്രനാ. കരയ്ക്കടുത്ത് തന്നെ ധാരാളം മീൻ കിട്ടി. ദിവസം നന്നാവാതിരിക്കോ? നിങ്ങൾ രാജുവിന്റെ ആശയിലല്ലേ ഇന്ന് വല വീശാൻ പോയത്? അത് ശരിയാ. അറിയോ രാജു, യേശുദേവനെ കുരിശിലേറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് എങ്ങനെ ജീവിതം തുടരണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ പത്രോസ് പറഞ്ഞു, ഞാൻ പോയി മീൻ പിടിക്കുമെന്ന്. മറ്റു ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളും വരണമെന്ന്. അവരെല്ലാവരും ഒരു തോണിയിൽ കയറി. അന്ന് രാത്രി അവർക്കൊന്നും കിട്ടിയില്ല. നേരം വെളുത്തപ്പോൾ യേശു അതാ തോണിക്കൊമ്പത്ത്. ശിഷ്യർക്ക് യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ലേ? അവർ പറഞ്ഞു, ഇല്ല. അപ്പൊ യേശു പറഞ്ഞു, വല തോണിയുടെ വലത് ഭാഗത്ത് കൊണ്ടുപോയി വീശാൻ. അവർ വല അവിടേക്ക് എറിഞ്ഞു. അപ്പൊ വല മുഴുവൻ ഇത്രയ്ക്ക് മീനുകൾ നിറഞ്ഞു. അവർക്ക് വലിച്ചു കയറ്റാൻ തന്നെ ബുദ്ധിമുട്ടായി. ഒരു ശിഷ്യൻ, യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, പത്രോസിനോട് പറഞ്ഞു, അത് യേശുവാണെന്ന്. കണ്ടോ രാജു യേശുവിന്റെ അതിശയങ്ങൾ? ഇല്ലേ? യേശുദേവന്റെ കാരുണ്യം ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടിയാൽ തീർച്ചയായും നമ്മുടെ രാജു ഒരു കോളേജ് കുമാരനാകും. ഏയ്, നീ ഇത് എവിടെ കൊണ്ടുപോണേ മോനെ? അത് വിൽക്കാനുള്ളതല്ലേ? അല്ല ഷീല, അത് രാജുവിനുള്ളതാ. അവന് വേണ്ടി കർത്താവ് അയച്ചതാ. പോക്കോ മോനെ. ശ്രദ്ധിച്ചു പോണേ. പോയി വരാം. ഒരു പ്രത്യേക അറിയിപ്പ്. കടലിൽ നിന്ന് കാറ്റിനും കോളിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 100 കിലോമീറ്റർ അധിക വേഗത്തിൽ കാറ്റടിച്ചേക്കാം. മത്സ്യത്തൊഴിലാളികൾ അടുത്ത 24 മണിക്കൂർ കടലിൽ പോകാതിരിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
അപ്പച്ചനെന്താ ഇനിയും വരാത്തെ? വരും മോനെ, നീ പേടിക്കണ്ട. നോക്ക്, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പച്ചൻ ഇപ്പൊ എത്തും. നീ ഉറങ്ങിക്കോ മോനെ. അപ്പച്ചൻ എത്തിയ ഞാൻ നിന്നെ വിളിക്കാം. ഉറങ്ങിക്കോ. സൂക്ഷിച്ച് വേഗം നടക്കൂ. ആ ഭാഗത്തേക്ക് വെച്ചിക്കോ, ആ സൈഡിൽ വെച്ചിക്കോ. അവിടെ സൂക്ഷിച്ച് വെക്കണേട്ടാ. പായ വിരിക്കാൻ പറയും. ഒന്ന് വിരിച്ചേക്കെ. ഓക്കെ, അവിടെ തന്നെ. ഇതെന്ത് പറ്റി? എന്തുണ്ടായി? എന്താ ഇത്? അയ്യോ, എണീക്കുന്നേ. ഒന്നും മിണ്ടാത്ത എന്താ? എണീക്കൂ. എന്താ ഇത്? എണീക്കുന്നേ. എന്താ ആരൊന്നും മിണ്ടാത്ത? എന്റെ നിധിന് എന്ത് പറ്റി? എന്റെ ഈശോയെ, ഇതെന്താ ഞാനീ കാണുന്നത്? അയ്യോ, എന്താ ആരും ഒന്നും മിണ്ടാത്ത? ഒന്ന് പറയൂ എന്റെ കർത്താവേ, എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്ന് പറയാതെന്താ? അയ്യോ എന്റെ കർത്താവേ, എന്ത് പറ്റിയതിന്? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അവൻ ഇനി സംസാരിക്കില്ല. എന്റെ നിധിന് എന്ത് പറ്റി? കർത്താവേ, ഞങ്ങളെ കർത്താവേ, അയ്യോ എനിക്കിത് താങ്ങാൻ. എന്ത് പറ്റി? അപ്പനെ എന്ത് പറ്റിയിടാ മോനെ? കർത്താവ് തന്റെ അടുത്തേക്ക് തിരിച്ചു വിളിച്ചു. അവനിനി സംസാരിക്കുകയില്ല. ഒരിക്കലും സംസാരിക്കില്ല. ഒരിക്കലുമില്ല. കർത്താവ് ആ സഹോദരനെ തിരിച്ചു വിളിച്ചു. അവൻ വളരെ നല്ലവനായിരുന്നു, കഠിനാധ്വാനിയായിരുന്നു, ഈശോ മിശിഹായിൽ വിശ്വാസമുള്ളവനായിരുന്നു. കർത്താവെ, ഈ സഹോദരിക്കും കുഞ്ഞിനും ഇനി നീ മാത്രമാണ് സഹായം. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നു, അതിനാൽ നീയും ജീവിച്ചിരിക്കും. അതിനാൽ ഇവർ ജീവിച്ചിരിക്കും. ആമേൻ. ആമേൻ. വഴിപോക്കൻ ഞാനീ ജഗത്തിൽ, വഴിപോക്കൻ ഞാൻ ഈ ജഗത്തിൽ, നിൻമാർഗത്തിൽ ചലിക്കുമിതെന്നും, നിൻമാർഗത്തിൽ ചലിക്കും. രക്ഷകൻ എൻ യേശു ഇതല്ലോ, രക്ഷകൻ എൻ യേശു ഇതല്ലോ, എന്നും എനിക്കെൻ രക്ഷയ്ക്കായി, എന്നും എനിക്കെൻ രക്ഷാ. വഴിപോക്കൻ ഞാനീ ജഗത്തിൽ, വഴിപോക്കൻ ഞാനീ ജഗത്തിൽ. കരുതി ഞാനീ
എനിക്ക് കരുതി ഞാനീ ലോകമെനിക്ക് വാനവും ഭൂമിയും പ്രിയതരമെന്ന് വാനവും ഭൂമിയും പ്രിയതരമെന്ന് ചതിവുകൾ പതിവായി എനിക്ക് ചതിവുകൾ പതിവായി എനിക്ക് വ്യർത്ഥമിതല്ലോ ഭൂമിയിൽ എല്ലാം വ്യർത്ഥമിതല്ലോ ഈ ഭൂമി വഴിപോക്കൻ ഞാനീ ജഗത്തിൽ വഴിപോക്കൻ ഞാനീ ജഗത്തിൽ. ഷീലമോളെ ഷീലമോളെ മോളെ എന്തോ എങ്ങനെയുണ്ട് മോളെ? ഇങ്ങനെ കഴിയുന്നു. നമ്മുടെ രാജു എവിടെ? അവൻ സ്കൂളിൽ പോയിക്കുക. അപ്പോ മോളിനി എന്തെങ്കിലും തൊഴിലിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് നിത്യച്ചെലവിന്റെ കാര്യമാണ്. ഉണ്ട്. ഞാൻ ആളുകൾക്ക് തുണി ഇസ്ത്രി ചെയ്ത് കൊടുക്കും. പക്ഷേ ഇവിടെ ആരാ ഇസ്തിരി ഇട്ട തുണി ധരിക്കാറ്? അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ സ്വയം ഇസ്തിരി ഇടുകയല്ലേ ഉള്ളൂ. ഞാൻ കോളനിയിൽ നിന്ന് തുണികൾ വാങ്ങിക്കൊണ്ടുവരും. ഇസ്ത്രി ഇട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കും. അപ്പൊ കൂടുതൽ സമയം വീട്ടിലിരിക്കാലോ. രാജുവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പറ്റും. അത് നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ പൊട്ടിപ്പൊളിഞ്ഞ് തോണി എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ, ഇവിടെ കിടക്കും. ഞാൻ ആലോചിക്കുക, അതൊന്ന് ശരിപ്പെടുത്തി വാടകയ്ക്ക് കൊടുത്താൽ എന്താ? പക്ഷെ അത് ശരിയാക്കാൻ ഒത്തിരി രൂപ വേണ്ടിവരും. എന്തുകൊണ്ട് നമുക്കിത് വിറ്റുകൂടാ? വിൽക്കുകയോ? ആരിത് വാങ്ങാ? ഈശോ മിശിഹായെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് മോളെ. ഇത് നീ എനിക്ക് വിട്ടുക, ഞാനൊന്ന് നോക്കട്ടെ. ശരി മോളെ, പോട്ടെ. കൂട്ടരെ, നമ്മുടെ മത്സ്യത്തൊഴിലാളി സൊസൈറ്റി നമ്മുടെയും കുടുംബങ്ങളുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ടല്ലോ. നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നാം എല്ലാവരും ചേർന്ന് സഹായിക്കാറുമുണ്ട്. ഇന്ന് അത്തരമൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. എനിക്കറിയാം ഇന്ന് ഈ തോണിക്ക് ഒരു വിലയുമില്ലെന്ന്. പക്ഷെ ഇതിനെ ലേലം വിളിച്ച് നമ്മുടെ സ്നേഹം നമുക്കെല്ലാവരെയും അറിയിക്കാം. ഈ ലേലം ലാഭമുണ്ടാക്കാനല്ല, ഒരു സഹായമായി മാത്രമാണ്. അതിനാൽ ഞാൻ തന്നെ ആദ്യം വിളിക്കുന്നു. ഞാൻ ഇതിനെ 3000 രൂപ വിലക്കെടുക്കാം. 3500 എന്നാ 4000. 4000 മനസ്സ് തുറന്നു വിളിക്കൂ കൂട്ടരെ, ഇതൊരു മഹത്തായ കാര്യത്തിനാണ്. 4500. സബാഷ്, 4500 രൂപ. പക്ഷേ ഇതിലധികം കൂട്ടി വിളിക്കാനായി ആരും നമുക്കിടയിൽ ഇല്ലാതായോ? എന്നാ 5000 രൂപ. 5000. 5100. 5100. 5100. ഇനി ആരെങ്കിലും ഉണ്ടോ? 5100 ഒരു നല്ല ലക്ഷണമൊത്ത തുകയാണ്. 5100 ഒരു വട്ടം, 5100 2 വട്ടം, 5100 3 വട്ടം. നന്ദി, വളരെയേറെ നന്ദി ദേവരാജൻ സാറേ. ഈ തോണി ഇനി താങ്കളുടേതായി. ഇല്ല, ഞാനിത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ ആശയം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഇല്ല. നിൽക്കു മോനെ രാജു, നിൽക്ക് മോനെ. ഇതെല്ലാം നിങ്ങളുടെ ഗുണത്തിനല്ലേ ചെയ്യുന്നത്? നോക്ക് മോനെ രാജു, ഇങ്ങോട്ട് വാ. ഷീലേ, അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. വേണ്ട മോനെ രാജു, വേണ്ട, കരയണ്ട. രാജു, പറയണത് കേക്ക്. മോനെ, ഇവർ നമുക്ക് നല്ലത് വരാൻ പറയല്ലേ. മോൻ അമ്മ പറയണത് കേക്കില്ലേ? അനുസരിക്കും മോനെ, അനുസരിക്കും. അമ്മ കരയണ്ട.
നീ വലിയ കാരുണ്യവാനാണ്. എന്റെ തോണി, എന്റെ ആശ, എന്റെ തോണി, എന്റെ ആശ, എന്റെ തോണി, എന്റെ ആശ, എന്റെ തോണി, എന്റെ. രാജു, രാജു മോനെ, പനിക്കുന്നുണ്ടല്ലോ. രാജു, രാജു, അയ്യോ മോന് നല്ല പനിയുണ്ടല്ലോ. മോനെ രാജു, ഇതായി വെള്ളം കുടിക്കും മോനെ. ഇത് കുടിക്കേ രാജു, ഈ വെള്ളം കുടിക്കണം മോനെ. ഞാൻ എന്ത് ചെയ്യും മോനെ? എന്റെ തോണി, എന്റെ ആശ, എന്റെ തോണി. ആശ അവന്റെ അപ്പച്ചന്റെ തോണിയുടെ പേരായിരുന്നു. അദ്ദേഹം പോയതോടെ അത് വിൽക്കേണ്ടി വന്നു സാറേ. ഭയപ്പെടാനൊന്നുമില്ല. നെറ്റിയിൽ തുണി നനച്ചിട്ടാ പനി കുറയും, തലവേദനയും മാറും. രാത്രി പനി കൂടുകയാണെങ്കിൽ ഈ മരുന്ന് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യും. എന്റെ തോണി, എന്റെ രാവിലെ ആശ, ക്ലിനിക്കിൽ വന്ന് പറഞ്ഞാൽ മരുന്ന്. എന്റെ തോണി, എന്റെ ആശ. ആകാശത്തിൽ നക്ഷത്രങ്ങൾ കൺകുളിർക്കെ കണ്ടു. ഉണ്ണിയേശു പിറന്നപ്പോൾ പുൽക്കൂട്ടിൽ ഉറങ്ങി. ഉന്നല്ലില്ല, കട്ടിലില്ല, തലചായ്ക്കാൻ ഇവിടെ. യേശുവിനെ ജന്മമേകാൻ ഉൾക്കൊള്ളുന്നു മാത്രം. എല്ലാവരും അവനവന്റെ ബുക്ക് എടുക്കണം. ഈ പട്ടിക എഴുതൂ. വീട്ടിൽ ചെന്ന് 5 തവണ എഴുതി നാളെ ക്ലാസ്സിൽ കാണിക്കണം കേട്ടോ.
മോനെ രാജു, ദാ പാല്. നിന്റെ കൈകൊണ്ട് എന്നെ പിടിക്കേ. ടീച്ചർ ഹോംവർക്ക് തന്നിട്ടില്ലേ? ഇതെന്താ ഇത്? നമസ്കാരം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമസ്തേ അമ്മാവാ. മേ ലോർഡ് ബി വിത്ത് യു. നമസ്തേ. ലോർഡ് ബി വിത്ത് യു. എന്താ മോളെ ഷീലെ, എങ്ങനെ പോകുന്നു? എല്ലാം നന്നായി നടക്കണു. ആ, നമ്മുടെ രാജുവിന് സുഖം ആ, തന്നെ. സുഖായിരിക്കണു. സ്കൂളിൽ പോയിരിക്കുക. ആ, എല്ലാം ഈശോ മിശിഹായുടെ കൃപ. പക്ഷെ അവന്റെ തലേന്ന് ആശയുടെ ചിത്രം വിട്ടുപോണേ ഇല്ല. എപ്പോഴും അതാണ് ചിന്ത. പുസ്തകത്തിലെല്ലാം തോണിയുടെ ചിത്രം, ചുമര് മുഴുവൻ ആശ തന്നെ ആശ. വല്ലാത്ത ഭ്രാന്ത്. ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. ആ, എല്ലാം കർത്താവിന്റെ ഇച്ഛയായിരിക്കും. അറിയാലോ, ക്രിസ്തുമസ് അടുത്തു കഴിഞ്ഞു. ആളുണ്ടായിരുന്നെങ്കിൽ അവൻ എന്തെല്ലാം വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ നീ അവന് ഒത്തിരി സ്നേഹം കൊടുക്കുന്നുണ്ടല്ലോ. അവന് വേണ്ടി എത്ര കഷ്ടപ്പാടുകൾ സഹിക്കുന്നു. എന്റെ മോളെ, അമ്മയാകാൻ ഭാഗ്യവതികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നീ ഒരിക്കലും ധൈര്യം വെടിയരുത്. കർത്താവ് ഈശോ എല്ലാറ്റിനും വഴിയുണ്ടാക്കും. രാജു, ഇന്ന് ക്രിസ്തുമസ് അല്ലേ? നിനക്ക് തരാൻ സ്നേഹമല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല മോനെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മനസ്സിലായോ നിനക്ക്? അതെ അമ്മേ, ഞങ്ങളുടെ ടീച്ചറും അതന്നെ പറഞ്ഞേ. യേശു മിശിഹ കർത്താവിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണെന്ന്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആശ. ഹായ്, കൊള്ളാമല്ലോ. നമ്മുടെ രാജു ഹായ് വളരെ ബുദ്ധിമാനായിരിക്കുന്നു. ആഹാ, ഇത് എന്റെ വക. ആ, എന്തിനാ ഇത്? വളരെ നന്ദി. ഇത് രാജു, നിനക്കുള്ള ഗിഫ്റ്റ് അത്. താങ്ക് യു അങ്കിൾ, താങ്ക് യു ഗോഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു മമ്മി. താങ്ക് യു മൈ സൺ. താങ്ക് യു അങ്കിൾ. നല്ലത് വരട്ടെ മോനെ, നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ. എനിക്ക് പലയിടത്തും പോകാനുണ്ട്. എന്നാ ഞാൻ നടക്കട്ടെ. ഒരു കഷ്ണം കേക്ക് തിന്നിട്ട് പോയാ മതി. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. അമ്മേ നോക്കൂ, എങ്ങനെയുണ്ട് എന്റെ ബോട്ട്? ഇതിന്റെ കളർ കണ്ടോ? ഹായ്, ഇതിന് ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലോ. ഇതിന്റെ കളറും മനോഹരായിട്ടുണ്ട്.
നീയാണോ ഈ കളർ അടിച്ചത്? ഈ ചരടൊക്കെയോ നീയാ പിടിപ്പിച്ചത്? വളരെ നന്നായിട്ടുണ്ട്. ഓ, ഇതിന്റെ പേര് മാശാൻ തന്നെയാണോ? ശരിക്കും ഭംഗിയുള്ള പോട്ട്. എന്റെ മോനെ എത്ര പണിയെടുത്തിട്ടുണ്ടാവും. അമ്മ ഞാൻ കളിക്കാൻ പോട്ടെ, ഇത് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ. ആ മോനെ, നിക്ക് നിക്ക് നിക്ക്. ആദ്യം ഒരു കഷ്ണം കേക്ക് തിന്നെ. പിന്നെ നോക്ക്, നീ ഇതിൽ ഒരുപാട് പണിപ്പെട്ടതല്ലേ, അത് സൂക്ഷിക്കണം. നീയും ശ്രദ്ധിച്ചു കളിക്കണം കേട്ടോ. വേഗം വരും വേണം. പൊക്കോളൂ. ഇത് കണ്ടോ, എങ്ങനെയുണ്ട് എന്റെ ബോട്ട്? നല്ലതല്ലേ? നല്ലതല്ലേ? കൊള്ളാലോ, നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്നെനിക്ക് കളിക്കാൻ തരുമോ? ഇല്ല ഇല്ല, ഞാൻ തരില്ല. ഇത് എന്റെയാ. നിന്റെ ബോട്ട് തീരെ ചെറുതാ, അതിലാർക്കും കേറാൻ പറ്റില്ല. രാജു, എനിക്ക് തന്നെ, ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ? അല്ല, ഇത് തരാൻ പറ്റില്ല. നിന്റെ ബോട്ട് എനിക്ക് തന്നാൽ ഞാൻ എന്റെ പന്ത് തരാം. ഇല്ല ഇല്ല, ഞാൻ എന്റെ ബോട്ട് തരില്ല. ഞാൻ പോവാ, ജോൺ അങ്കിളിന്റെ അടുത്ത റിഹേഴ്സലിന് പോവാ. കളി കഴിഞ്ഞു, ഇനി കാര്യത്തിലേക്ക്. ബൈ ബൈ. യേശു മിശിഹ ഈ ഭൂമിയിൽ വന്നു. യാതൊരു ലക്ഷ്യവുമില്ലാത്ത ആളുകൾക്ക് ലക്ഷ്യം നൽകുവാനായി. പാപത്തിന്റെ വഴിയിലൂടെ നരകത്തിലേക്ക് നീങ്ങിയിരുന്നവരിൽ മുക്തിക്കുള്ള ആശ വിതച്ചു. അവനാണ് ലോകത്തിന്റെ ഉദ്ധാരകൻ. അവന് മാത്രമേ പാപികളായ നമ്മെ രക്ഷിക്കാനാകൂ. അവനിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നു. അവന്റെ കാലൊച്ച കേട്ട് അവനിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നൽകില്ലേ? ആലോചിച്ചു നോക്കൂ, നല്ലപോലെ ആലോചിച്ചു നോക്കൂ. ആനന്ദത്തിൻ സുദിനം, അഴലുകളെല്ലാം നീങ്ങി, നന്മ വിളങ്ങി എങ്ങും. ആഹാഹാ ഹല്ലേലൂയ. ആനന്ദത്തിൻ സുദിനം, അഴലുകളെല്ലാം നീങ്ങി, നന്മ വിളങ്ങി എങ്ങും. ആഹാഹാ ഹല്ലേലൂയ. ആനന്ദത്തിൻ സുദിനം, അഴലുകളെല്ലാം നീങ്ങി, നന്മ വിളങ്ങി എങ്ങും. ആഹാഹാ ഹല്ലേലൂയ. ആനന്ദത്തിൻ സുദിനം, അഴലുകളെല്ലാം നീങ്ങി, നന്മ വിളങ്ങി എങ്ങും. ആഹാഹാ ഹല്ലേലൂയ. ആനന്ദത്തിൻ സുദിനം, അഴലുകളെല്ലാം നീങ്ങി, നന്മ വിളങ്ങി എങ്ങും. ആഹാഹാ ഹല്ലേലൂയ. കിഴക്കു നിന്നൊരു താരം മാർഗം കാട്ടാനെത്തി, ആരാധകർ അവരങ്ങെത്തി. ആഹാഹാ ഹല്ലേലൂയ. കിഴക്ക് നിന്നൊരു താരം മാർഗം കാട്ടാനെത്തി, ആരാധകർ അവരങ്ങെത്തി. ആഹാഹാ ഹല്ലേലൂയ. ആനന്ദത്തിൻ സുദിനം, അഴലുകളെല്ലാം നീങ്ങി, നന്മ വിളങ്ങി എങ്ങും. ആഹാഹാ ഹല്ലേലൂയ. ആനന്ദത്തിൻ സുദിനം, അഴലുകളെല്ലാം നീങ്ങി, നന്മ വിളങ്ങി എങ്ങും. ആഹാഹാ ഹല്ലേലൂയ. സ്വർഗ്ഗദൂതൻ മിശിഹ ദൈവത്തിൻ പേര് ചൊല്ലി, പശുത്തൊട്ടിൽ യേശുവെ കണ്ടു. ആഹാഹാ ഹല്ലേലൂയ. സ്വർഗ്ഗദൂതൻ മിശിഹ ദൈവത്തിൻ പേര് ചൊല്ലി, പശുത്തൊട്ടിൽ യേശുവെ കണ്ടു. ആഹാഹാ ഹല്ലേലൂയ. ആനന്ദത്തിൻ സുദിനം, അഴലുകളെല്ലാം നീങ്ങി, നന്മ വിളങ്ങി എങ്ങും. ആഹാഹാ ഹല്ലേലൂയ. ആനന്ദത്തിൻ സുദിനം, അഴലുകളെല്ലാം നീങ്ങി, നന്മ വിളങ്ങി എങ്ങും. ആഹാഹാ ഹല്ലേലൂയ.
പാൻമരത്തി പൊന്നും കുന്തിരിക്കവും മൂവരും നൽകി കൂടെ വീണു നമസ്കരിച്ചു ആഹാ ഹല്ലേലൂയ. മൂന്ന് വിദ്വാൻമാരെത്തി പൊന്നും കുതിരവും നൽകി കൂടെ വീണു നമസ്കരിച്ചു ഹല്ലേലൂയ. ആനന്ദത്തിൻ സുദിനം അഴലുകളെല്ലാം നീങ്ങി നന്മ വിളങ്ങി എങ്ങും ആഹാ ഹല്ലേലൂയ. ആനന്ദത്തിൻ സുദിനം അഴലുകളെല്ലാം നീങ്ങി നന്മ വിളങ്ങി എങ്ങും ഹല്ലേലൂയ. എന്താ വിളിക്കണത്? കയ്യിലെന്താന്ന് കാണിക്കേ. പോട്ടോ, അവധിക്കാലം മുഴുവൻ ഇതുകൊണ്ട് കളിച്ചു നടന്നു. ഇനി ഇപ്പോൾ ഇത് സ്കൂളിലൊന്നും കൊണ്ടുപോണ്ട. ഇത് സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ. എന്നെ സ്കൂളിലെ ഫ്രണ്ട്സിനെ കാണിക്കണ്ടേ? അവരിത് കണ്ടിട്ടില്ല. പക്ഷെ മോനെ ടീച്ചർ വഴക്ക് പറയും. ബോട്ട് എടുത്തു വെക്കും, പിന്നെ തിരിച്ചു കിട്ടില്ല. മോൻ എത്തിയോ ഇത്ര വേഗം? ഇന്ന് ഹാഫ് ഡേ ആയിരുന്നു. അമ്മ എവിടെ ആശ? എവിടെ ആശാന്ന്? ആദ്യം തന്നെ സ്കൂളിലെ കുപ്പായ അഴിച്ച് ഇതിടാൻ നോക്ക്. അതിൽ വല്ല കറയും പറ്റിയാ പിന്നെ അത് പോവില്ല. ഇതാ ആദ്യം ഇത് കഴിക്കേ, എന്നിട്ട് ആശയ തടാം. ഓ, ഇത് എന്തൊരു ഭ്രാന്തായി ഈ ആശയ്ക്ക് വേണ്ടിട്ട്. നിന്റെ ബോട്ട് കളിപ്പീര, അത് വെള്ളത്തിൽ ഇറക്കാൻ പറ്റില്ല. കരയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങുള്ളൂ. അല്ലല്ല, ഇപ്പൊ കാണാം, നോക്കിക്കോ. എന്റെ ബോട്ട്, 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 ബോട്ട്, എന്റെ ബോട്ട്, എന്റെ ബോട്ട്, എന്റെ ബോട്ട്, ബോട്ട്, എന്റെ ബോട്ട്, എന്റെ ബോട്ട്. രാജു, മോനെ രാജു, നീ എന്താ ചെയ്യുന്നത് മോനെ? മോനെ വാ, കയറി വാ, കയറി വാ മോനെ. എന്താ ഇത് മോനെ? നീ എന്തെടുക്കുക? എന്തു പറ്റി മോനെ? മോനെ, മോനെ, കർത്താവ് തന്നത് കർത്താവ് തിരിച്ചെടുത്തു. നീ എന്താ മരിക്കാൻ പോവുകയാണോ? നടക്ക് നടക്ക്, നീ വീട്ടിലേക്ക് പോ. പോണം പോണം, എല്ലാവരും പോണം. എല്ലാവരും അവനവന്റെ വീട്ടിലേക്ക് പോകണം. വേഗം പോയിക്കൊള്ളണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
രാജു 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 രാജുമോനെ നീ ഇവിടെ എന്തെടുക്ക? അമ്മ എന്റെ ബോട്ട് മുങ്ങിപ്പോയി. ആശ എന്റെ കയ്യിൽ നിന്ന് മുങ്ങിപ്പോയി. ഞാൻ വെള്ളത്തിനടുത്ത് കളിക്കായിരുന്നു. ആശ വെള്ളത്തിൽ മുങ്ങിപ്പോയി. കടലാശയെ കൊണ്ടുപോയി. ഇത് കണ്ടോ അമ്മ? ഇത് കണ്ടോ? കരയണ്ട മോനെ, കരയണ്ട മോനെ. നിനക്ക് ഈശോ മിശിഹായിൽ വിശ്വാസമില്ലേ? അദ്ദേഹം നിന്റെ ബോട്ട് തീർച്ചയായും തിരിച്ചെത്തിക്കും. കരയണ്ട മോനെ. മോനെ രാജു, യേശു മിശിഹ നമ്മുടെ ഇടയനാണ്. അദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിക്കും. നമുക്കൊന്നും കുറവുണ്ടാകില്ല. നിന്റെ ആശയെ അദ്ദേഹം തിരിച്ചുകൊണ്ടുവരും. നോക്ക്, ഇതെന്താ എഴുതിയിരിക്കുന്നത്? ലോകത്തിന്റെ അന്ത്യം വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. യേശു നമ്മോടൊപ്പം ഉണ്ട് മോനെ. നിന്റെ ആശ തീർച്ചയായും മടങ്ങി വരും, അല്ലേ? നടക്കും, നമുക്ക് ആഹാരം കഴിക്കാം. എന്റെ ബോട്ട് കിട്ടി. ആശ, സന്ദീപ്, രാഹുൽ, രവി, എന്റെ ബോട്ട് കിട്ടി. എനിക്ക് എന്റെ ബോട്ട് കിട്ടി. അമ്മ, എനിക്ക് എന്റെ ബോട്ട് കിട്ടി. എനിക്ക് എന്റെ ആശ കിട്ടി. എനിക്ക് എന്റെ ബോട്ട് കിട്ടി. എനിക്ക് എന്റെ ബോട്ട് കിട്ടി. രാജു, രാജു, രാജു എണീക്കടാ. അമ്മ, എന്റെ ബോട്ട്. എണീക്ക്. ടീച്ചർ വഴക്കു പറയും. വേഗം എണീക്ക്. സ്കൂൾ പോണ്ടേ? ഇത് എന്റെ ബോട്ടാണല്ലോ. എന്റെ ബോട്ട് കിട്ടിപ്പോയി. എന്റെ ബോട്ട് കിട്ടിപ്പോയി. എന്താ നീ പറഞ്ഞേ? ഇത് 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 എന്റെ ബോട്ടാ. ഞാൻ ഉണ്ടാക്കിയതാ. അവിടെ കടൽക്കരയിൽ കാണാതെ പോയതാ. ഇത് എന്റെയാ. ഈ ചെക്കനെ കൊണ്ട് തോറ്റല്ല. ഞാൻ പഴം കൊടുത്തു വാങ്ങിയതാണ്. 150 രൂപ എടുക്ക്. എന്നാ ഞാൻ ബോട്ട് തരാം നിനക്ക്. 150 രൂപയോ? വരുന്നീറ്റുകളല്ലോ. ഇത്ര അധികം രൂപയോ? അമ്മേ, 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 വേഗം 150 രൂപ തരൂ. അമ്മേ, അമ്മേ. 150? നിക്ക്. പക്ഷെ 150 രൂപ എന്തിനാ നിനക്ക്? അമ്മ, എന്റെ ആശയെ കിട്ടി. എന്റെ ബോട്ട്, ഞാൻ ഉണ്ടാക്കിയ ബോട്ട്. നിന്റെ ബോട്ടോ? അപ്പൊ പിന്നെ 150 രൂപ എന്തിനാ? ആ കടക്കാരനല്ലേ, അയാളുടെ അടുത്ത് എന്റെ ആശയുണ്ട്. ഞാൻ അയാളോട് ഒരുപാട് പറഞ്ഞു അത് എന്റെയാണെന്ന്, എനിക്ക് തരാൻ. അപ്പോൾ അയാൾ പറയാ ആരും അയാൾക്ക് വിറ്റതാണെന്ന്. എന്താ ചെയ്യാ അമ്മേ? എനിക്ക് 150 രൂപ തരൂ അമ്മേ. തരൂ അമ്മേ. ഓഹോ, അതാണോ കാര്യം? പക്ഷെ മോനെ, ഇത്ര പണം എവിടെ നമ്മുടെ കയ്യില്? നമ്മുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ചെലവായില്ലേ? എല്ലാത്തിനും എന്ത് വിലയാ? എത്ര വിഷമിച്ചാ നമ്മൾ ജീവിക്കണത്? അപ്പൊ എനിക്ക് എന്റെ ബോട്ടിന് കിട്ടില്ല അമ്മേ. അല്ലല്ല, കിട്ടും, തീർച്ചയായും കിട്ടും. പക്ഷെ അതിനെ നാം ഒരുപാട് പ്രയത്നിക്കണം. ഓരോ പൈസയും സൂക്ഷിച്ചു വെക്കണം. 150 രൂപയായ ഉടനെ നിന്റെ തോണി ഞാൻ വാങ്ങി വരും. അപ്പോഴേക്കും വേറെ ആരെങ്കിലും വാങ്ങിയാലോ? ആരും വാങ്ങില്ല മോനെ. നീ ഒരു കാര്യം ചെയ്യ്,
നീ ആ കടക്കാരന്റെ അടുത്ത് ഒന്നുകൂടി പോ. എന്നിട്ട് അയാളോട് പറയണം അത് മറ്റാർക്കും വിൽക്കരുതെന്ന്. നീ പണം മുഴുവനായി വന്ന് തോണി വാങ്ങാന്ന് പറയണം. ശരിട്ടോ? ടോട്ടൽ 130 രൂപ. മോനെ രാജു, ഹോംവർക്ക് കഴിഞ്ഞില്ലേ? രാത്രി ഏറെ കിടന്നുറങ്ങന്റെ മോനെ. അമ്മ 130 രൂപ തികഞ്ഞു. ഇനിയിപ്പോ അയാൾ എനിക്കത് തരുമോ? അയാൾ തരും മോനെ. നമുക്ക് രാവിലെ പോയി വാങ്ങിക്കാം. ഇപ്പൊ നീ കിടന്നുറങ്ങാൻ നോക്ക്. അങ്കിൾ എവിടെ എന്റെ ബോട്ട്? എന്റെ ബോട്ട് എവിടെ? ഏത് ബോട്ട്? ആ അത് വിറ്റുപോയി. വീട് ഒരു സാധനവും ഇരിക്കൂല. രാജുമോനെ, ഇതാരുടെ ബോട്ടാ? ഇത് ഞാൻ നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇല്ലെങ്കിൽ എപ്പോഴും വിറ്റുപോയിരുന്നു. ഇന്നാ പിടി. താങ്ക് യു അങ്കിൾ. ഈ ബോട്ട് തന്നെ. ഇല്ല, ഞാൻ തരില്ല. ഇത് എന്റെയാണ്. ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ ഇതിന് വില കൊടുത്ത് വാങ്ങിയതാ. ഇത് വീണ്ടും എന്റെയായി. അതെ അതെ, ഇത് വീണ്ടും എന്റെയായി. ദൈവം നമ്മെ ഉണ്ടാക്കി, നമ്മെ സൃഷ്ടിച്ചു. നമ്മൾ പാപങ്ങളിൽ ബന്ധിതരായപ്പോൾ മുക്തരാക്കി സഹായിച്ചു. അവൻ നമ്മെ തേടി വന്ന് സ്നേഹം തന്നു, നമ്മെ വിലക്കെടുത്തു. നിർജീവ വസ്തു കൊണ്ടല്ല, സ്വർണവും വെള്ളിയും കൊണ്ടല്ല, വിലയേറിയ സ്വന്തം രക്തം കൊടുത്ത് കുരിശിലേറിയിട്ട് അവൻ നമ്മെ വിലക്കെടുത്തു. അതെ, അവൻ വിലക്കെടുത്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശേഷ